Hello everyone, welcome back. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്ക് വാരിയേഷൻ ഓഫ് അറ്റോമിക് റേഡിയസ് ആണ്. അറ്റോമിക് റേഡിയസിൻ്റെ വാരിയേഷൻ, അതിൻ്റെ മാറ്റം എങ്ങനെയൊക്കെ നോക്കുന്നത് നമ്മൾ എലോങ് എ പീരിയഡ്, ഒരു പീരിയഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ മാറ്റം, വാരിയേഷൻ എങ്ങനെയാണ് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, മറ്റൊന്ന് എങ്ങനെയാണ് ഡൗൺ ദ ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്നത്, ടോപ്പ് ടു ബോട്ടം അല്ലേ. ടോപ്പ് ടു ബോട്ടം വരുന്ന സമയത്ത് എന്താണ് ആറ്റോമിക് റേഡിയസിൻ്റെ വാരിയേഷൻ എന്നും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, അത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, കൂടുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം, കുറയുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം, രണ്ടും നോക്കണ്ടേ. ഓക്കെ, ഞാൻ സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നു. ശ്രദ്ധിക്കാം, സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രോജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ആൻഡ് നിയോൺ. റെഡിയല്ലേ? ഓക്കെ, ഇനിയോ ഇവരുടെ ആറ്റോമിക് നമ്പേഴ്സ് നമുക്ക് കാണിക്കാൻ പറ്റൂല്ലേ. Z എന്നാണ് നമ്മൾ കാണിക്കുക. Z എന്താ? Z ഈസ് ആറ്റോമിക് നമ്പർ. റെഡിയല്ലേ? എന്താ ആറ്റോമിക് നമ്പർ? ഇറ്റ്സ് നമ്പർ ഓഫ് പ്രോട്ടോൺസ്. എന്താണത്? നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ വിളിക്കുന്ന പേരാണ് ആറ്റോമിക് നമ്പർ. അപ്പോൾ എന്താ പ്രോട്ടോൺ ചാർജ്? ഇറ്റ്സ് പോസിറ്റീവ്. ഓക്കെ, ഇത് പോസിറ്റീവാണ്. ഈ പ്രോട്ടോൺസ് നമ്മൾ എവിടെയാണ് കാണുന്നത്? ഇറ്റ്സ് ഇൻസൈഡ് ന്യൂക്ലിയസിൻ്റെ അകത്താണ്. സോ എനിക്ക് എന്ത് വിളിക്കാം ഇതിനെ? ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂക്ലിയസിൻ്റെ അകത്ത് രണ്ട് പേര് താമസിക്കുന്നു. ഒരുത്തൻ്റെ പേര് പ്രോട്ടോൺ, മറ്റേ ആളുടെ പേരെന്താ? ന്യൂട്രോൺ ആണ് അല്ലേ. പ്രോട്ടോണിൻ്റെ ചാർജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ്സ് പോസിറ്റീവ്. ന്യൂട്രോണിനോ? അവന് ചാർജ് ഇല്ല. റെഡിയല്ലേ? ഓക്കെ, ഇനി അപ്പോൾ ന്യൂക്ലിയസിൻ്റെ അകത്ത് കിടക്കുന്ന ഇവന് മാത്രമേ ചാർജ് ഉള്ളൂ. സോ നമുക്ക് എന്ത് വിളിക്കാം? ഈ പ്രോട്ടോൺസിൻ്റെ ചാർജ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിനെ എന്ത് വിളിക്കാം? ന്യൂക്ലിയർ ചാർജ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ന്യൂക്ലിയർ ചാർജ്. ഓക്കെ, നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ, ന്യൂക്ലിയർ ചാർജ്. റെഡിയല്ലേ? ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇവർക്ക് എല്ലാവർക്കും അറ്റോമിക് നമ്പർ കൊടുക്കാൻ പോവാ. 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ ആണോ? അപ്പോൾ ഇവരെല്ലാവരും ന്യൂട്രൽ ആറ്റംസ് അല്ലേ. എന്ന് വെച്ചാൽ എന്താ? ചാർജുകളൊന്നും കാണിക്കുന്നില്ല. വിച്ച് മീൻസ് ഇവരുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എത്രയാണോ അത്രയും ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്. ഇപ്പോൾ സപ്പോസ് കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? അപ്പം 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ എണ്ണം ഒന്നും വന്നാലോ അപ്പം എന്ത് ചെയ്യും? ചാർജ് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ഇപ്പോൾ ഇവർ ന്യൂട്രൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇവരുടെ ഷെൽ വൈസ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാം. ഷെല്ലുകളിൽ എങ്ങനെ നിറയ്ക്കും? സബ് ഷെല്ലല്ല, ഷെല്ല്. 3 ഇലക്ട്രോൺ ഉണ്ട്, 3 പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രലാണ്. സോ എനിക്ക് എന്ത് എഴുതാം? 2,1 എഴുതിക്കൂടെ? ഇവിടെയാണെങ്കിലോ 2,2, ഇവിടെയാണെങ്കിലോ 2,3, 2,4, 2,5, 2,6, 2,7, 2,8. റെഡിയല്ലേ? എന്തായാലും കുഴപ്പമുണ്ടോ? ഓക്കെ, അപ്പോൾ ഷെൽ വൈസ് ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിന് ശേഷം എനിക്ക് ചെയ്യാനുള്ളത് എന്താ? ഇവരുടെ എല്ലാം എത്ര ഷെല്ലുകളുണ്ട് നിങ്ങൾ നോക്കിക്കേ. ഫസ്റ്റ് ഷെല്ല്, സെക്കൻഡ് ഷെല്ല്. ഇതിലാണെങ്കിലോ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ. ഇവിടെയാണെങ്കിലോ ഫസ്റ്റ് ഷെൽ, സെക്കൻഡ് ഷെൽ. അപ്പം ഈ ഒരു പീരീഡ് നമ്മൾ കംപ്ലീറ്റ് നോക്കിയ സമയത്ത് സെക്കൻഡ് പീരീഡിൽ 2 ഷെല്ലുകൾ മാത്രമേ ഉള്ളൂ. ഷെല്ലിനെണ്ണം കൂടിയോ? ഇല്ല. അതേസമയം നിങ്ങൾ നോക്കിക്കേ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടിയില്ലേ? പ്രോട്ടോണിൻ്റെ എണ്ണം കൂടിയോ? കൂടി. എന്ന് വെച്ചാൽ ഇവിടെ 3 എണ്ണമായിരുന്നു, എന്ന് വെച്ചാൽ 3 പോസിറ്റീവ് ചാർജേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ ഇവിടെ 6 പ്രോട്ടോൺസ്, എന്ന് വെച്ചാൽ 6 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെയാണെങ്കിലോ 9 പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഷെല്ലുകളുടെ എണ്ണം എപ്പോഴും തന്നെയാണ്, സെയിം ആണ്. ഇവിടെ നമ്മൾ തുടങ്ങിയത് മുതൽ അവസാനിച്ച ഭാഗം വരെ എന്ത് തന്നെയാണ്? 2 ഷെല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്ത് നോക്കൂ. ന്യൂക്ലിയസ് ഉണ്ട്, അവൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഇനി ഷെല്ലുകൾ 2 ഷെല്ലുകളേ ഉള്ളൂ. റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഈ കേസ് നോക്കുന്ന സമയത്ത് ഇലക്ട്രോണ്, പുറത്തുള്ള ഇലക്ട്രോണില്ലേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണ്, ഈ ഇലക്ട്രോണിനെ ഇവിടുത്തെ കേസാണെങ്കിൽ, ലിഥിയം ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ 3 പോസിറ്റീവ് ചാർജുകളാണ് ഇയാൾക്ക് അട്രാക്ഷൻ കൊടുക്കാനുള്ളത്. 3 പോസിറ്റീവേ അട്രാക്ഷൻ കൊടുക്കാനുള്ളൂ. ഇനി ഇങ്ങോട്ട് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ നൈട്രജൻ എടുത്ത് നോക്കാം. നൈട്രജൻ്റെ കേസിലാണെങ്കിലോ 7 പ്രോട്ടോണുകളാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിനെ പിടിച്ചു വലിക്കാൻ നിൽക്കുന്നത്. കൺസിഡർ നോക്ക് നിങ്ങൾ. ഫസ്റ്റിൽ 3 പ്രോട്ടോൺസ്
ഔട്ടർമോസ്റ്റ് ഷെൽ ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കുന്നു. അതൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ +2- അട്രാക്ഷൻ ഉണ്ടാവില്ലേ. അതേസമയം ഇവിടെ നമ്മൾ നൈട്രജൻ നോക്കുന്ന സമയത്തോ 7 പ്രോട്ടോൺസ് ആണ് ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നത്, അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യുന്നത് 7 പ്രോട്ടോൺസ് ആണ്. ഇവിടേക്ക് വരുന്ന സമയത്തോ അവിടെ നമ്മൾ പറഞ്ഞെന്താ, ഇവിടെ 9 പ്രോട്ടോൺസ് വരുന്നുണ്ട്. 9 പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോ കേസ് നോക്കിക്കേ, പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അപ്പം എന്ത് ചെയ്യും, ആ ന്യൂക്ലിയർ ചാർജ് ആരാണ്, ന്യൂക്ലിയർ ചാർജ് നല്ല പോലെ കൂടുന്നുണ്ട്. ഷെല്ലിനെണ്ണം കൂടുന്നുണ്ടോ, ഇല്ല, ഷെൽ നമ്പർ മാറുന്നില്ല. എന്ത് കൂടുന്നു, ന്യൂക്ലിയർ ചാർജ് കൂടിക്കൂടി വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് പുറത്തുള്ള ഷെല്ലുകളിൽ ഇലക്ട്രോൺസ് നല്ല പോലെ പിടിച്ചു വലിക്കും. അപ്പോൾ സൈസ് എന്ത് ചെയ്യും, നല്ല പോലെ കുറഞ്ഞ് വരും. റെഡിയാണോ? ഓക്കെ, പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു, എന്ത് പറഞ്ഞിരുന്നു, ഇയാൾക്ക് മാത്രം നമ്മൾ എക്സെപ്ഷൻ പറഞ്ഞിരുന്നു. വാൻ ഡെർ വാൾസ് റേഡിയസ് പറഞ്ഞ സമയത്ത് ഇവൻ നോബിൾ ഗ്യാസ് ആണ്. ഇവനെ നമ്മൾ എന്താ കണക്കാക്കുക, നമ്മൾ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ് കണക്കാക്കുക. കൂടുതൽ നമ്മൾ പറഞ്ഞിരുന്നു വാൻ ഡെർ വാൾസ് റേഡിയസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്വിവാലന്റ് റേഡിയസ്. ഇവർക്കൊക്കെ നമ്മൾ ക്വിവാലന്റ് റേഡിയസ് ആണ് മെഷർ ചെയ്യുക, എന്നാൽ ഇയാൾക്കോ വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ്. സോ നമ്മൾ നോക്കുമ്പം ഇയാൾ നമ്മുടെ അടുത്തേയും ഇപ്പുറത്ത് കൊണ്ടുവെക്കും. ഏറ്റവും വലിയ ആളല്ലേ, പിന്നെ അങ്ങനെ കുറഞ്ഞ് പോകും. റെഡിയാണോ? അപ്പോൾ ആറ്റോമിക് റേഡിയസ് എലോങ് എ പീരിയഡ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്, ഷെല്ലിൻ്റെ നമ്പറിൽ മാറ്റം വരുന്നില്ല, എന്നാൽ പ്രോട്ടോണുകളുടെ എണ്ണം മാറി വരുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് കൂടി വരികയാണ്. അപ്പോൾ എന്ത് കൂടും, ന്യൂക്ലിയർ ചാർജ് കൂടും. ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ എന്ത് ചെയ്യും, ഇലക്ട്രോണുകൾക്കുള്ള അട്രാക്ഷൻ കൂടും. അട്രാക്ഷൻ കൂടിയാൽ എന്താ പ്രശ്നം, നല്ല പോലെ അങ്ങോട്ട് പിടിച്ചു വലിക്കും. സ്നേഹം അങ്ങോട്ട് കൊടുത്തിട്ട് പിടിച്ചിങ്ങോട്ട് വയ്ക്കും. അപ്പോൾ അയാൾക്ക് പോകാൻ കഴിയുമോ, ഇല്ല. എന്ന് വെച്ചാൽ നല്ലോണം അടുത്ത് കൂട്ടി പിടിച്ചു വെക്കും. സൈസ് ഇങ്ങനെ കുറഞ്ഞ് വരും. കാര്യം പിടി കിട്ടിയോ? എന്തുകൊണ്ടാണ് ആറ്റോമിക് റേഡിയസ് എലോങ് എ പീരിയഡ് ലെഫ്റ്റ് ടു റൈറ്റ് കുറയുന്നു എന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് എന്താ നോക്കാം, ഡൗൺ ദ ഗ്രൂപ്പ് നോക്കാം. ഡൗൺ ദ ഗ്രൂപ്പ് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്തോ നിങ്ങൾ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഓക്കെ, ദിസ് ഈസ് ദ ഫസ്റ്റ് ഗ്രൂപ്പ്. എന്താ വിളിക്കുക നമ്മൾ, ആൽക്കലി മെറ്റൽസ്. ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ഈ കേസിലൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എഴുതുമ്പം അറ്റോമിക് നമ്പർ 3, 11, 19, 37, 55, ഓക്കെ, ദെൻ 87 ഇങ്ങനെ പോവാന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഷെൽ വൈസ് 2,1 2 ഷെല്ലുണ്ട്. ഇവിടെയാണെങ്കിലോ 2,8,1. ഇവിടെയാണെങ്കിലോ 2,8,8,1. 2 ഷെല്ല്, 3 ഷെല്ല്, 4 ഷെല്ല്. എന്ന് വെച്ചാൽ ഷെല്ലുകളുടെ എണ്ണം കൂടി വരില്ലേ. ഈ കേസ് നോക്കുമ്പോൾ 2 ഷെല്ലേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ സോഡിയത്തിൻ്റെ കേസിൽ വരുമ്പം 3 ഷെല്ലുണ്ട്. പൊട്ടാസ്യം വന്ന സമയത്തോ 4 ഷെല്ലുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ സൈസ് കൂടി വരുമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടി. എന്തൊക്കെ കിട്ടിയത്, എലോങ് എ പീരീഡ് നമ്മൾ പോകുന്ന സമയത്ത് ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു പോയിന്റ് കിട്ടി. മറ്റൊന്ന്, ഡൗൺ ദ ഗ്രൂപ്പ് വരുന്ന സമയത്ത് ആറ്റോമിക് റേഡിയസ് കൂടുകയാണ് എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നു റീസൺ, ഇവിടെ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നു, ഇലക്ട്രോണുകളിലേക്കുള്ള അട്രാക്ഷൻ കൂടി വരുന്നു. സോ അറ്റോമിക് റേഡിയസ് കുറയുന്നു. ഈ കേസ് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ പ്രശ്നം, ഇവിടെ എന്താ കാരണം, ഇവിടെ ഷെല്ലുകളുടെ നമ്പർ എന്ത് ചെയ്യാണ്, കൂടി വരുവാണ്. ഷെൽ നമ്പർ കൂടുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ചാർജിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ഡിസ്റ്റൻസ് കൂടിയില്ലേ. ഓക്കെ, അപ്പം ഇവിടെ കൊടുക്കുന്ന അത്രയും അട്രാക്ഷൻ എന്ന് വെച്ചാൽ ഈ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന അത്ര എഫക്റ്റീവായിട്ട് ഈ ഡിസ്റ്റൻസ് കൂടുമ്പം എന്ത് ചെയ്യാൻ കഴിയില്ല, അട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ സപ്പോസ് ഒരു വലിയൊരു ക്ലാസ്, ആ വലിയൊരു ക്ലാസ്സിനകത്ത് ഒരു ടീച്ചർ നിൽക്കുന്നുണ്ട്, ഒരുപാട് കുട്ടികൾ എക്സാം എഴുതുന്നുണ്ട്. ഓക്കെ, ഒരു 100-150 കുട്ടികൾ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം, ഈ ടീച്ചർക്ക് തൊട്ട് മുമ്പിലിരിക്കുന്ന കുറച്ച് ആൾക്കാരെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ലപോലെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. ദൂരം കൂടുമ്പോൾ പറ്റുമോ? അതേപോലെയാണ് ആരുടെ കേസ്, ഈ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ കേസിൽ ന്യൂക്ലിയസിന് ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ആ അട്രാക്ഷൻ എന്ത് ചെയ്യും,
അത് കുറയും. എന്ത് കാരണത്താൽ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ. അപ്പോൾ നല്ലോണം അട്രാക്ഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സൈസ് എന്ത് ചെയ്യുക? കൂടി അങ്ങ് പോവും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 2 റീസൺ പഠിച്ചല്ലോ, കാര്യം പിടി കിട്ടിയല്ലോ. ഓക്കെ ഓക്കെ, ഇനി നമുക്കിതിലുള്ളൊരു എക്സെപ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് ഏതായിരുന്നു? നമ്മൾ സെക്കൻഡ് പീരീഡ് നോക്കിയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു? ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെ ഇങ്ങനെ കുറഞ്ഞു പോകുന്ന സമയത്ത് നമ്മുടെ നിയോൺ എന്ന് പറയുന്ന ആൾക്ക് സൈസ് കൂടുതലാണ്. ഞാൻ കാരണം പറഞ്ഞ എന്തായിരുന്നു? കൊവാലൻ്റ് റേഡിയസ് ആണ് നമ്മൾ ലിഥിയം മുതൽ ഫ്ലൂറിൻ വരെയുള്ള ആളുകൾക്ക് മെഷർ ചെയ്തെന്നുണ്ടെങ്കിൽ നിയോൺ നമ്മൾ കൊടുക്കുന്നത് എന്താ മെഷർ ചെയ്യുന്നത്? വാൻ ഡെർ വാൾസ് റേഡിയസ് ആണ്. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്യുക. ഏറ്റവും വലിയ റേഡിയസ് ഏതായിരിക്കും? അത് വാൻ ഡെർ വാൾസ് റേഡിയസ് ആയിരിക്കും. വാൻ ഡെർ വാൾസ് റേഡിയസ് ആയിരിക്കും. ഓക്കെ, അതിനേക്കാളും ചെറുതേതാ? മെറ്റാലിക് റേഡിയസ് ആണ്. ഏത് റേഡിയസാ? മെറ്റാലിക് റേഡിയസ്. ഏറ്റവും ചെറുതാണ് ഏത്? നമ്മുടെ കൊവാലൻ്റ് റേഡിയസ്. കൊവാലൻ്റ് റേഡിയസ് പിടികിട്ടിയോ? അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക, ഒരു പോയിൻ്റാണ് കേട്ടോ. റീസൺ എന്തായിരുന്നുടാ? ഇത് നമ്മൾ പറഞ്ഞിരുന്നു തമ്മിൽ അവർക്ക് എന്തില്ല? ബോണ്ടിങ് ഇല്ല, ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ, കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെയാണെങ്കിലോ തമ്മിൽ ടച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. ഇവിടെയാണെങ്കിലോ ഓവർലാപ്പിംഗ് ഉണ്ട്, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇതാണ് റീസൺ. ദെൻ നമുക്ക് ആ സെക്കൻഡ് പീരീഡ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, തേർഡ് പീരീഡ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഫോർത്ത് പീരീഡിൽ വരുന്ന സമയത്ത് പീരിയോഡ് ടേബിളിൻ്റെ ഫോർത്ത് പീരീഡിൽ നമുക്കറിയാം ഡി ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പീരിയഡാണ് ഏത്? ഫോർത്ത് പീരിയഡ് ഓഫ് പീരിയോഡിക് ടേബിൾ. റെഡിയല്ലേ? ഞാനൊന്ന് എഴുതാം. നമ്മുടെ ഡി ബ്ലോക്കിലെ 3D സീരീസ് എന്ന് എഴുതി നോക്കാം. ഏത് സീരീസാണ്? 3D സീരീസ്. ഓക്കെ, ആരൊക്കെയാ? നമ്മുടെ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയേൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, അപ്പോൾ ഈ 10 ആളുകൾ ഇതാണ് 3D സീരീസ്. തൊട്ട് താഴെയുള്ളതായിരിക്കും 4D, 5D, 6D. ഓക്കെ, ഇങ്ങനെയാണ് പോവുക. അപ്പം ഇവർക്കെല്ലാവർക്കും ആറ്റോമിക് നമ്പർ എങ്ങനെയാണ്? ആറ്റോമിക് നമ്പർ 21 സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 21, 22, 23, 24, 25, 26, 27, 28, 29, 30. റെഡിയല്ലേ? ഇനി ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കിട്ടുക? നമുക്കറിയാം. നമ്മൾ ഇതെങ്ങനെ എഴുതുക? 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d1. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് 21 അല്ലേ ഇടേണ്ടത്? 2, 2, 4, 6, 10, പിന്നെ 2, 12, 18, 20, 21. റെഡിയല്ലേ? 3d1 ആണ്. ദെൻ നമുക്ക് ഇത്രയും നമ്മൾ എഴുതുമോ? ഇല്ല. നമ്മൾ ലാസ്റ്റ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ള കോലത്തിൽ നമ്മൾ ആരെ എഴുതുള്ളൂ? ആ 4sനെയും 3dയെയും മാത്രം അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? തൊട്ട് മുകളിലുള്ള ആർഗൺ എന്ന് പറയുന്ന നോബിൾ ഗ്യാസ് വെച്ച് നമ്മൾ കൊടുക്കുക ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്നും ആവശ്യമില്ല. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ആരെ മാത്രമാണ്? ഈ D1 എന്ന് പറയുന്ന കോൺഫിഗറേഷൻ മാത്രമാണ്. ഓക്കെ, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ D1 ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇയാൾക്കോ D2 വരും, ഇയാൾക്കോ D3 വരും. ക്രോമിയത്തിൻ്റെ കേസിലോ എക്സെപ്ഷണൽ കേസാണല്ലേ, D4 വരുമോ? ഇല്ല. നമ്മൾ പറഞ്ഞിരുന്നു എന്ത്? 10th പഠിച്ചൊരു കാര്യമുണ്ട്. ക്രോമിയത്തിനും കോപ്പറിനും എന്താണ് ഒരു എക്സെപ്ഷണൽ കേസുണ്ട്. അവർ എന്ത് ചെയ്യും? ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ഫുൾ ഫിൽഡ് സ്റ്റെബിലിറ്റിയും എന്ത് ചെയ്യും? അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ D4 ഉള്ള ആൾ D5 ആവാൻ ശ്രമിക്കും. അപ്പം നമുക്ക് ഇയാൾ എന്താ കിട്ടുക? D5 കിട്ടും. മാംഗനീസോ? അത് D5 തന്നെ. ഓക്കെ, ഇയാളോ? ഇയാൾ D6 ആണ്. ഇത് D7, D8, D9 ഉണ്ടോ? ഇല്ല. കോപ്പർ, ക്രോമിയം എക്സെപ്ഷണൽ ആണ്. അപ്പോൾ ഇയാൾ എന്താ ചെയ്യുക? D9 ഉള്ള ആൾ D10 ആവാൻ ശ്രമിച്ചു. ദെൻ സിങ്ക് D10 തന്നെ. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺഫിഗറേഷൻ. ഡിയിലുള്ള ഡി ഓർബിറ്റലിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, ഓർബിറ്റൽസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് പഠിക്കാനുണ്ടാകും. അതുപോലെ തന്നെ എത്ര ടൈപ്പ്
ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽസ്, അതേപോലെ എസ് ഓർബിറ്റൽ ഒന്നേ ഉള്ളൂ, പി ഓർബിറ്റൽ 3 എണ്ണമുണ്ട്, ഡി ഓർബിറ്റൽ 5 എണ്ണം, അതുപോലെ തന്നെ എഫ് ഓർബിറ്റൽ 7 എണ്ണം ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് എസ് പി ഡി ആണ് കാര്യമായിട്ട് പഠിക്കാനുണ്ടാവുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു ഡി സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മുടെ ജനറൽ ട്രെൻഡ് പ്രകാരം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ പോകുന്ന സമയത്ത് എന്താ ചെയ്യുക, ആറ്റോമിക് റേഡിയസ് കുറയും എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ അല്ലേ. ഇതെന്താണ് സംഭവം, എക്സ്പെക്റ്റേഷൻ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, പക്ഷേ റിയാലിറ്റി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സ്കാൻഡിയം ടു വനേഡിയം നമ്മൾ പോകുന്ന സമയത്ത് ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. ആ പ്രതീക്ഷിച്ച പോലെ തന്നെ കുറയുന്നുണ്ട്. എന്നാൽ ക്രോമിയം മുതൽ കൊബാൾട്ട് വരെ നമ്മൾ പോകുന്ന സമയത്ത് ആറ്റോമിക് റേഡിയസിൽ ചേഞ്ച് ഒന്നും കാണുന്നില്ല. എന്ന് വെച്ചാൽ ആറ്റോമിക് റേഡിയസ് സ്ഥിരമാണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഞാൻ ഈ നിക്കൽ കോപ്പർ സിങ്ക് ഭാഗത്തേക്ക് പോകുന്ന സമയത്തോ അപ്പോൾ എന്താ കാണുന്നത്, അപ്പോൾ ആറ്റോമിക് റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളല്ലേ പ്രതീക്ഷിച്ചതൊന്നും റിയാലിറ്റിയിലുള്ളത് വേറൊന്നും. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നമുണ്ട് അവിടെ അല്ലേ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ഞാൻ പറയുമ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളൊരു കാര്യമാണ് ഓർബിറ്റൽസ് എന്നൊക്കെ പറയുന്ന ഭാഗം. അതിൽ നമുക്ക് ഡി ഓർബിറ്റൽസ് 5 എണ്ണമുണ്ട്. തൽക്കാലം ഇത്ര ഓർത്ത് വയ്ക്കുക, ഡി ഓർബിറ്റൽസ് ഇത്ര എണ്ണമാണ്, 5 എണ്ണമാണുള്ളത്. ഓക്കെ, നമുക്ക് ഡി എക്സ് വൈ, ഡി എക്സ് സെറ്റ്, ഡി വൈ സെറ്റ്, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഡി ഇസെഡ് സ്ക്വയർ, ഇങ്ങനെ 5 ഓർബിറ്റൽസ് ഉണ്ട്. 5 എണ്ണം കണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 5 എണ്ണത്തിൽ നമുക്ക് ഇലക്ട്രോൺസിന് ഫില്ല് ചെയ്യാൻ പറ്റും. ഓരോന്നിലും 2 വീതം ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, 1 2 3 4 5 ഓർബിറ്റൽസ്, എല്ലാം ഒരേ സൈസ് തന്നെ വേണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ 5 ഡി ഓർബിറ്റൽസ് ഉണ്ട്. ഞാൻ ഇവിടെയും കാണിക്കാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ സ്കാൻഡിയം ടു വനേഡിയം നമ്മൾ പോകുന്ന സമയത്ത് D1 D2 D3 മാക്സിമം എത്ര ഇലക്ട്രോൺസേ വരുന്നുള്ളൂ, 3 എണ്ണമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ആദ്യം 1 ഇവിടെ ഫില്ല് ചെയ്യും, 2 ഇവിടെ, 3 ഇവിടെ, പിന്നെ 4 5 ഒക്കെ ഉണ്ടെങ്കിൽ 4 5 ഫില്ല് ചെയ്യും. അതിന് ശേഷമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ പെയർ ചെയ്യത്തുള്ളൂ. പെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ജോഡിയാക്കി എഴുതുക. ഇതിപ്പോൾ എങ്ങനെയല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ എഴുതി 1 2 3 4 5 കഴിഞ്ഞു. 6 ഞാൻ എന്ത് ചെയ്യുക, 6 ഞാൻ തിരിച്ചെഴുതും, പെയർ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യും, ജോഡിയാക്കി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. റെഡിയാകാം. ഓക്കെ, പോട്ടെ. അപ്പോൾ ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ, ഇലക്ട്രോൺസ് 3 എണ്ണമേ ഉള്ളൂ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ് അല്ലേ. ഓക്കെ, ഇനിയോ ഇവിടെ നോക്ക് നിങ്ങൾ, ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് D5 അല്ലേ. അപ്പോൾ നോക്കാം, 1 2 3 4 5 വന്നിട്ടുണ്ട്. മാത്രമാണുള്ളത് 6 7 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നോക്ക്, വീണ്ടും 6 7 വന്നില്ലേ. ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ഇവിടെ ഇലക്ട്രോണും അല്ലേ ഈ ഓർബിറ്റലിലുള്ളത്, രണ്ടും ആരാ, ഇലക്ട്രോൺസ് ആണ്. രണ്ടിൻ്റെയും ചാർജ് എന്താ, നെഗറ്റീവ് അല്ലേ ചാർജ്. നെഗറ്റീവും തമ്മിൽ ഇഷ്ടപ്പെടുമോ, ഇല്ല, അവന്മാർ തമ്മിൽ അടിപിടിയാണ്. എന്ന് വെച്ചാൽ എന്താണ്, റിപ്പൾഷൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ റിപ്പൾഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഞാൻ പറഞ്ഞിരുന്നു, എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ആ റിപ്പൾസീവ് ആയിട്ടുള്ള ഇൻറ്ററാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്നെന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യും, ഒന്ന് വികസിക്കും എന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകും ഇവിടെ, നമ്മൾ കൺസിഡർ ചെയ്യാം, അവിടെ നിൽക്കട്ടെ. ഇനി ഈ കേസിൽ നിങ്ങൾ നോക്കിക്കേ, ഇലക്ട്രോൺസിൻ്റെ കേസ് ഇവിടെ നോക്കുന്ന സമയത്ത് എന്താ, ഇവിടേക്ക് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കൂടി വരികയാണ് അല്ലേ. 1 2 3 4 5 6 7 8 9 10 വരെ വരുന്നില്ലേ, അത് കംപ്ലീറ്റ് ഫിൽ ആവുന്നില്ലേ. ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും,
ഇലക്ട്രോൺസിൻ്റെ എണ്ണം നല്ലപോലെ കൂടുന്നുണ്ട്. അപ്പോൾ എന്ത് കൂടും? ഇവിടെയുള്ളതിനേക്കാളിലും ഇലക്ട്രോൺ റിപ്പൾഷൻ എവിടെ ഉണ്ടായിരിക്കും? ഇതിലുണ്ടായിരിക്കും. കാരണം നല്ലപോലെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം എന്താണ്? കൂടുതലാണ്. അപ്പം ഇവർ തമ്മിലുള്ള റിപ്പൾഷൻ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ എന്ത് ചെയ്യും? നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു ഓർഡർ എന്തുകൊണ്ട് സ്കാൻഡിയം ടു വനേഡിയം എന്ന സമയത്ത് റേഡിയസ് കുറയുന്നു, പിന്നെ കുറച്ച് ഭാഗത്ത് കോൺസ്റ്റൻ്റ് ആവുന്നു, പിന്നെ കുറച്ച് ഭാഗത്ത് കൂടുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പം പറയാം. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞിരുന്നു നോർമൽ കേസിൽ പ്രോട്ടോണിൻ്റെ എണ്ണം ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ എന്ത് കൂടുന്നുണ്ട്? പ്രോട്ടോണിൻ്റെ എണ്ണമല്ലേ ആറ്റോമിക് നമ്പർ. അപ്പോൾ ആറ്റോമിക് നമ്പർ ഇങ്ങനെ കൂടി വരുന്ന സമയത്ത് എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് കൂടി വരും. അപ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്യും? കൂടും. ആ സമയത്ത് എന്ത് ചെയ്യും? സൈസ് കുറയും. അത് നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെക്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ നോക്കിയാൽ നിങ്ങൾ, ഈ ഒരു കേസിൽ ഡി ഓർബിറ്റലിനകത്തുള്ള ഇലക്ട്രോൺസിൻ്റെ എണ്ണം കുറവാണ്. ഇവിടെ ഇലക്ട്രോൺ റിപ്പൾഷനും കുറവായിരിക്കും. എന്ത് കുറവായിരിക്കും? ഇലക്ട്രോൺ റിപ്പൾഷൻ കുറവായിരിക്കും. ഈ കേസ് നമ്മൾ ഇവിടെ വരെ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സെറ്റിൻ്റെ വാല്യൂ കൂടുന്നുണ്ട്. ഇവിടെ ആണെങ്കിലോ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്താ? അത് കുറവാ. ഇലക്ട്രോൺ റിപ്പൾഷൻ ഈസ് ഡിക്രീസിങ്. അത് കുറവാണ് അല്ലേ? ഇവിടെ ആരാ കൂടുതലുള്ളത്? സെറ്റിലുള്ള ചേഞ്ച് അല്ലെങ്കിൽ ആറ്റോമിക് നമ്പറിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ചാർജിലുള്ള ഇൻക്രീസ്, അതാണ് ഇവിടെ കൂടുതൽ. ആരെക്കാൾ? ഇലക്ട്രോൺ റിപ്പൾഷനേക്കാളിലും. അപ്പോൾ എന്ത് ചെയ്യും? സൈസ് കുറയാൻ ശ്രമിക്കൂലേ? ചാർജ് കൂടുമ്പോൾ സൈസ് കുറയൂലേ? ഓക്കെ. ഇനിയോ ഈ കേസ് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ നോക്കുന്ന സമയത്ത് ഇലക്ട്രോൺ റിപ്പൾഷൻ നമ്മൾ നോക്കി, ന്യൂക്ലിയർ ചാർജും നോക്കി. രണ്ടും ഏകദേശം ഈക്വൽ ആയിട്ടാണ് വരിക. എന്താണ്? സെറ്റിലുള്ള ഇൻക്രീസ്, ന്യൂക്ലിയർ ചാർജിലുള്ള ഇൻക്രീസ് എത്രയാണോ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഇലക്ട്രോൺ റിപ്പൾഷന് ഈക്വൽ ആയിട്ടാണ് വരിക. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും, ആരും ജയിക്കൂല. റെഡിയല്ലേ? ഓക്കെ. ഇനി ഈ കേസ് നിങ്ങൾ നോക്കിക്കേ. ഈ കേസിൽ ഇലക്ട്രോൺ റിപ്പൾഷൻ നല്ലപോലെ ഉണ്ട്. എന്ത് നല്ലോണമുണ്ട്? ഇലക്ട്രോൺ റിപ്പൾഷൻ ഇവിടെ വല്ലാതെ കൂടുതലാണ്. എന്തിനേക്കാൾ? നമ്മൾ നോക്കിയ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ സെറ്റിലുള്ള ഇൻക്രീസിനേക്കാളിലും വല്ലാതെ കൂടുതലാണ് എന്ത്? ഇലക്ട്രോൺ റിപ്പൾഷൻ. ഇവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ നല്ലോണം കൂടുതലായിരിക്കും. അപ്പോൾ ഇവന്മാരെന്ത് ചെയ്യും? നല്ലപോലെ എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ന്യൂക്ലിയസിന് പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. എന്ന് വെച്ചാൽ ഇവിടെ ന്യൂക്ലിയർ ചാർജിലുള്ള ഇൻക്രീസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യുന്നുണ്ട് ആര്? ഇലക്ട്രോൺ റിപ്പൾഷൻ. അപ്പോൾ ഇവന്മാർക്ക് എന്തെങ്കിലും അടുത്തടുത്ത് നിൽക്കാൻ പറ്റൂല. ന്യൂക്ലിയർ ചാർജ് എന്താണ് ശ്രമിക്കുക? അയാൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കും. ഇലക്ട്രോൺ റിപ്പൾഷനോ അടുത്ത് നിൽക്കാൻ ശ്രമിക്കൂല. അവരെന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും. അപ്പം സൈസ് കൂടൂലേ? ഓക്കെ. അത് നമ്മൾ പറഞ്ഞ എന്ത്? ആറ്റോമിക് റേഡിയസ് ഈ ഭാഗത്ത് കൂടുന്നു. ഇവിടെയാണെങ്കിലോ ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ത് ചെയ്യും? അത് അകന്ന് നിൽക്കാൻ ശ്രമിക്കും. ന്യൂക്ലിയർ ചാർജ് എന്ന് ശ്രമിക്കും, അടുത്ത് നിർത്താൻ ശ്രമിക്കും. ഇവിടെ നോക്കുന്ന സമയത്തോ ഏറെക്കുറെ രണ്ടും എന്താണ്? ഈക്വൽ ആയിട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കില്ല? കൂടുതലുമില്ല കുറയലുമില്ല. സോ ആറ്റോമിക് റേഡിയസ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ ന്യൂക്ലിയർ ചാർജ് കൂടി വരുന്നുണ്ട്, പക്ഷേ റിപ്പൾഷനാണോ? റിപ്പൾഷനില്ല കാര്യമായിട്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും? അവരെ പിടിച്ച് ഉള്ളോട്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യും? സൈസ് കുറയും. കാര്യം പിടികിട്ടിയോ? അപ്പം ഇങ്ങനൊരു ട്രെൻഡ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ഇതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. റെഡിയായോ? അപ്പോൾ ഇത് എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. നമുക്ക് നോർമൽ കേസിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഇങ്ങനെ എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ജനറൽ ട്രെൻഡ് മാത്രം പറഞ്ഞാൽ മതി. ഇങ്ങനെ ഡി ബ്ലോക്കിൻ്റെ കേസിലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കേസ് കൂടെ നമുക്ക് ഒരു എക്സെപ്ഷണൽ കേസ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. റെഡിയായല്ലോ? ഓക്കെ. ഇനി നമുക്ക് പറയാനുള്ളത് വാരിയേഷൻ ഇൻ അയോണിക് റേഡിയസ് ആണ്. അയോണിക് റേഡിയസിലുള്ള വാരിയേഷൻ എങ്ങനെയാണ്? നമുക്കതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. അയോണിക് റേഡിയസ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? സോഡിയവും അതുപോലെ തന്നെ ക്ലോറിനും തമ്മിൽ NaCl Na+Cl- ബോണ്ടിൻ്റെ കേസൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, ഞാൻ ഒന്നുകൂടെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ അടുത്തുണ്ട്. ആ എക്സ് എന്തോ ആയിക്കോട്ടെ, എനിക്കറിയില്ല എന്താണെന്നുള്ളത്, എന്ത് എലമെൻറ്റോ ആയിക്കോട്ടെ, അതിലേക്ക് 1 ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? എക്സ് മൈനസ് നേനെ അല്ലേ? നേടുമ്പോൾ നെഗറ്റീവ് അല്ലേ? ഇലക്ട്രോണിനെ നേടി, സോ നെഗറ്റീവ് എക്സ് മൈനസ് ആയിട്ട് മാറും. ഇനിയോ ഞാൻ എന്ത് ചെയ്തു? ഈ എക്സ് എന്ന് പറയുന്ന ആളിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഞാൻ എടുത്ത് പുറത്തിട്ടു.
അപ്പോൾ എന്താ ചാർജ് കിട്ടുക? പ്ലസ് ചാർജ് കിട്ടും. ആരെയാ പുറത്തിട്ടെ? 1 ഇലക്ട്രോണിനെ. പിടികിട്ടിയോ? റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ 2 കേസ്. ഇയാളെ ഞാൻ വിളിച്ച പേരെന്തായിരുന്നു? ഇയാളെ ഞാൻ വിളിച്ച പേര് ആനയോൺ എന്നായിരുന്നു. ഓക്കെ. ഇയാളെ വിളിച്ച പേരെന്താ? ഇയാളെ വിളിച്ച പേര് കാറ്റയോൺ എന്നായിരുന്നു. അപ്പോൾ ഇതിൽ 2 ആളുകളില്ലേ? ചാർജ് ഇല്ലാത്ത ആളില്ലേ? ഇയാളെന്താ വിളിച്ചേ? അപ്പോൾ ന്യൂട്രൽ ആറ്റം. എന്താ വിളിച്ചേ? ന്യൂട്രൽ ആറ്റം. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? സൈസിൻ്റെ ഓർഡർ പറഞ്ഞിരുന്നു. എന്താ സൈസിൻ്റെ ഓർഡർ? ഏറ്റവും വലുത് ആരായിരിക്കും? ആനയോൺ ആയിരിക്കും. ആരാ വലുത്? ആനയോണാ വലുത്. പിന്നെയോ? പിന്നെ ആരാണ്? ചാർജ് ഒന്നും ഇല്ലാത്ത ആളാണ്, ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റമാണ് പിന്നെ വരുന്നത്. പിന്നെ ഏറ്റവും ചെറുതാരാ? അത് കാറ്റയോണാ. പോസിറ്റീവ് ചാർജുള്ള ആളാണ് ഏറ്റവും ചെറുത്, നെഗറ്റീവ് ചാർജുള്ള ആളാണ് ഏറ്റവും വലുത്. ഓക്കെ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് നമ്മുടെ സൈസിൻ്റെ ഓർഡർ. ഓക്കെ. ഏറ്റവും വലുത് ആനയോൺ, ദെൻ ന്യൂട്രൽ ആറ്റം, അതിനുശേഷം കാറ്റയോൺ. റെഡിയാണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ആനയോൺ എന്തുകൊണ്ട് വലുതായി, അതുപോലെ തന്നെ കാറ്റയോൺ എന്തുകൊണ്ട് വളരെ ചെറുതായി എന്നുള്ളത് നമുക്കൊന്ന് സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. നോക്കിക്കേ, ഞാനിവിടെ കാണിച്ച ന്യൂക്ലിയസ് 2 ഷെല്ലുകൾ, ഇവിടെയും ന്യൂക്ലിയസ് 2 ഷെല്ലുകൾ. ഓക്കെ. ഇവിടെ ന്യൂക്ലിയസിന് ചാർജ് പോസിറ്റീവ്. ഷെല്ലിൽ എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെയും ഇലക്ട്രോൺസിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ലിൽ നിന്ന് ഞാൻ 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ. അപ്പോൾ ഇയാൾ എന്തായിട്ട് മാറും? കാറ്റയോണായിട്ട് മാറില്ലേ? എന്തായിട്ട് മാറും? കാറ്റയോണായിട്ട് മാറും. ഈ ഇങ്ങനെ മാറുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഇയാൾ സൈസ് കുറയുന്നു. എന്താ കാരണം എന്നറിയോ? ഇവിടെ നമ്മൾ ആരെയാ മാറ്റിയത്? ഇലക്ട്രോണിനെ മാറ്റിയത്. ആരെയാ മാറ്റിയത്? ഇലക്ട്രോണിനെ മാറ്റിയത്. ഇവിടെ ആര് മാറിയിട്ടില്ല? പ്രോട്ടോണിൻ്റെ എണ്ണം മാറിയിട്ടില്ല. ഓക്കെ. അപ്പോൾ എന്തിവിടെ കൂടുതലാണ്? പോസിറ്റീവ് ചാർജ് കൂടുതലാണ്. ആര് കുറഞ്ഞു? ഇപ്പം നെഗറ്റീവ് ചാർജ് കുറഞ്ഞു. കാരണം എന്താ? ഇലക്ട്രോണിനെ പുറത്ത് കളഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ ഷെല്ലിലുള്ള ഇലക്ട്രോണുകളിലേക്കുള്ള അട്രാക്ഷൻ നല്ലപോലെ കൂടൂലേ? അപ്പോൾ എന്ത് ചെയ്യും? സൈസ് കുറയും. ഓക്കെ. ഇനി ഇവിടെ ആണെങ്കിലോ, ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നു, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? 1 ഇലക്ട്രോണിനെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ എന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നു? പുതിയ ഒരു ആൾ കൂടെ കടന്നു വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യും? വന്ന ആളെന്താ? ഇവനും നെഗറ്റീവ് ചാർജാ. ഇവിടെയുള്ള ആൾക്കാരോ? ഇവരും നെഗറ്റീവ് ചാർജാ. അപ്പോൾ തമ്മിൽ എന്തുണ്ടാകും? അടിപിടിയാകും. എന്താണ്? റിപ്പൾഷൻ എന്ത് ചെയ്യും? ഫീൽ ചെയ്യും, അല്ലെങ്കിൽ ആ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ വരും. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ, ഇവർ റിപ്പൾഷൻ ഉണ്ടാകുന്ന സമയത്ത് അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? സൈസ് കൂടും. അപ്പോൾ ഇയാൾ ഈ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആളെക്കാളിലും വലുതാവും. ഇയാളോ ന്യൂട്രലിനേക്കാളിലും ചെറുതാവുകയും ചെയ്യും. കാര്യം പിടികിട്ടിയോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഓർഡർ. മറ്റൊരു കേസ് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് increases, size decreases. പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കൂടി വരികയാണെന്ന് വെച്ചാൽ, ഇവിടെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ. ഇത് 2+ഉം 3+ഉം 4+ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഓരോ സമയത്തും സൈസ് കുറഞ്ഞു വരും. ഇനിയോ, നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഇൻക്രീസസ്. കാരണം എന്തായിരിക്കും? ഓരോ സമയത്തും നെഗറ്റീവ് ചാർജ് വരികയാണ്. എന്ത് കൂടും? റിപ്പൾഷൻ കൂടും. അപ്പോൾ എന്ത് ചെയ്യും? റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി ഇവർ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ സൈസ് കൂടി പോവുകയല്ലേ ചെയ്യുക. ഓക്കെ. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ നിങ്ങൾ, ഞാൻ H+ തന്നു, അതുപോലെ തന്നെ H തന്നു, H- തന്നു. ആരാ ഏറ്റവും വലുത്? ഓർഡർ ചെയ്താൽ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുക? ഏറ്റവും വലുതാരാ? മൈനസ് ചാർജ് ഉള്ള ആളാ. പിന്നെ ന്യൂട്രൽ ആറ്റമാണ്. ഏറ്റവും ചെറുതാരാ? പ്ലസ് ചാർജ് ഉള്ള ആളാണ്. നമ്മൾ പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ ഞാൻ തരികയാണ്, N- ഉണ്ട്, N-2 ഉണ്ട്, N-3 ഉണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ്, ഇവിടെ 2 നെഗറ്റീവ് ചാർജ്, ഇവിടെ 3 നെഗറ്റീവ് ചാർജ്. ഏറ്റവും വലുതാരായിരിക്കും? നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജ് കൂടുമ്പോൾ സൈസ് ഏറ്റവും കൂടും. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് 3 ഇല്ലേ? അപ്പോൾ ഇയാളായിരിക്കും എന്ത്? ഏറ്റവും വലുത്. അതിനേക്കാളിലും നെഗറ്റീവ് ചാർജ് കുറവുള്ള ആൾ ഇയാളാണ്. സോ ഇയാളായിരിക്കും പിന്നെ ചെറുത്. ഏറ്റവും ചെറുതായിരിക്കും നെഗറ്റീവ് ചാർജ് ഏറ്റവും കുറവുള്ള ആളായിരിക്കും. മനസ്സിലായോ? അപ്പോൾ സപ്പോസ് ഞാൻ വേറൊന്ന് തരാം. മാംഗനീസ് 2+ ഉണ്ട്, മാംഗനീസ് 4+ ഉണ്ട്, മാംഗനീസ് 7+ അല്ലെങ്കിൽ +7 ഉണ്ട്.
ആരാടാ ഏറ്റവും വലുത്? ഏറ്റവും വലുത് ആരാ? ഏറ്റവും വലുത് ഇയാളല്ലേ വരിക. എന്താ അങ്ങനെ വരാൻ കാരണം? നമ്മൾ പറഞ്ഞ എന്താ? നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻക്രീസസ്, സൈസ് ഡിക്രീസസ്. പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം എത്ര കൂടിയോ അയാളായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്തോ +7 ആണ് മാംഗനീസിൻ്റെ ചാർജ് കാണിക്കുന്നത് അല്ലേ? നമ്മൾ പഠിച്ചിരുന്നു 10th നമ്മുടെ ഡി ബ്ലോക്കിലുള്ള എലമെൻറ്റുകൾ വേരിയസ് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സിഡേഷൻ സെറ്റ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതിലുള്ള എലമെൻറ്റുകളൊക്കെ നോക്കിക്കേ, ഈ മാംഗനീസ് മാത്രം കാണിക്കുന്ന കണ്ടില്ലേ? ഇഷ്ടംപോലെ കാണിക്കുന്നുണ്ട്. 2+ ഉണ്ട്, 4+ ഉണ്ട്, 7+ ഉണ്ട്, 5+, 6+ ഒക്കെ കാണിക്കുന്നുണ്ട് ഇയാൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? ഈ +7 അല്ലേ ഏറ്റവും വലിയ പോസിറ്റീവ് ചാർജ്. അപ്പം 7 പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ? ചാർജ് കൂടുന്ന സമയത്ത് എന്ത് ചാർജ്? പോസിറ്റീവ് ചാർജ് കൂടുന്ന സമയത്ത് സൈസ് കുറയുന്നു. അപ്പോൾ ഏറ്റവും ചെറുതാരാ? മാംഗനീസിൻ്റെ +7 ചാർജുള്ള ആളായിരിക്കും. ഏറ്റവും വലുതാരായിരിക്കും? മാംഗനീസ് 2+ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എങ്ങനെ വരിക? മാംഗനീസ് 2+ ഗ്രേറ്റർ ദാൻ മാംഗനീസ് 4+ ഗ്രേറ്റർ ദാൻ മാംഗനീസ് 7+ അല്ലെങ്കിൽ +7 എന്ന് പറയുന്ന ആളാണ് ഏറ്റവും ചെറുതായിട്ട് വരിക. കാര്യം പിടികിട്ടിയോ? ഒന്നുകൂടെ തരാം നമുക്ക് അല്ലേ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്രോമിയം 3+ഉം ക്രോമിയം +6 ഉണ്ട് അല്ലെങ്കിൽ 6+ ഉണ്ട്. ആരായിരിക്കും ഏറ്റവും വലുത്? ഏറ്റവും വലുത് ക്രോമിയം 3+ ആയിരിക്കും. കാരണം എന്താ? ഇയാൾക്ക് പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണം കുറവാണ്, കൂടുതലുള്ള ആൾക്ക് സൈസ് കുറയും. സോ ഇയാളായിരിക്കും ക്രോമിയം 6+ ആയിരിക്കും എന്ത്? ഏറ്റവും ചെറുത്. ഇയാളെന്നായിരിക്കും കൂടുതലായിരിക്കും. അതുപോലെ മറ്റൊന്നും എന്താ? O2- ഉണ്ട്, O-1 ഉണ്ട്. ആരാണ് ഏറ്റവും വലുത്? -2 ചാർജുള്ള ആളല്ലേ? നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കൂടുന്ന സമയത്ത് സൈസ് കൂടും. അപ്പോൾ ഏറ്റവും വലുതാരാ? O2- ആണ്. സോ നമ്മളിങ്ങനെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം നോട്ട് ചെയ്യണം. എക്സാമുകൾക്ക് വരാറുണ്ട്, ബോത്ത് യുവർ ബോർഡ് എക്സാമിനേഷൻസ് ആൻഡ് എൻട്രൻസ് എക്സാമിനേഷൻസ്. സോ പ്രത്യേകം എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം ഈ കാര്യം. റെഡിയായോ? ഓക്കെ, ഇനി നമുക്ക് വാരിയേഷൻ ഇൻ അയോണിക് റേഡിയസ് നോക്കാം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എലോങ് എ പീരിയഡ് നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഡൗൺ ദ ഗ്രൂപ്പും നോക്കണം. ഓക്കെ, അപ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് അതേപോലെ തന്നെ എലോങ് ദ പീരീഡ് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആറ്റോമിക് റേഡിയസിൻ്റെ കേസിൽ പറഞ്ഞ അതേ ട്രെൻഡ് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. അയോണിക് റേഡിയസ് ഡിക്രീസസ്. ഇനി ഇവിടെയാണെങ്കിലോ ഡൗൺ ദ ഗ്രൂപ്പ് ആണെങ്കിലോ ആറ്റോമിക് റേഡിയസ് നമ്മൾ പറഞ്ഞതായിരുന്നു ഇൻക്രീസ് ചെയ്യാനായിരുന്നു. ഇവിടെ എന്ത് തന്നെയാണ്? അയോണിക് റേഡിയസ് ഇസ് ഓൾസോ ഇൻക്രീസസ്. എപ്പോൾ? if the charge is same. അത് നോട്ട് ചെയ്യണം. if the charge is same. ചാർജ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആറ്റോമിക് റേഡിയസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അയോണിക് റേഡിയസിന് ആ ജനറൽ ട്രെൻഡ് കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. റെഡിയായോ? ഓക്കെ, അപ്പോൾ സപ്പോസ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ കേസിൽ ലിഥിയം പ്ലസ്, നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൽക്കലൈൻ മെറ്റൽസ് എല്ലാവരും +1 ചാർജ് മാത്രമേ കാണിക്കത്തുള്ളൂ അല്ലേ? ദെൻ ലിഥിയം പ്ലസ്, Na+, K+, Rb+, സീഷ്യം പ്ലസ്. ഓക്കെ, അപ്പോൾ ഇവരുടെ സൈസിൻ്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നമുക്കറിയാം ചാർജ് സെയിം ആണെന്നുണ്ടെങ്കിൽ അയോണിക് റേഡിയസ് ഡൗൺ ദ ഗ്രൂപ്പ് എന്തായിരിക്കും? കൂടുതലേ ചെയ്യുക. അപ്പോൾ ഏറ്റവും വലുതാരായിരിക്കും? ഏറ്റവും താഴെയുള്ള ആളായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സീഷ്യം പ്ലസ് ഏറ്റവും വലുതാണല്ലേ. ദെൻ Rb+, റുബീഡിയം പ്ലസ് വരും. ദെൻ പൊട്ടാസ്യം പ്ലസ്. ദെൻ ആരാ വരിക? സോഡിയം പ്ലസ്. പിന്നെയോ? പിന്നെ ലിഥിയം പ്ലസ്. ഇതാണ് ഓർഡർ കിട്ടുക. കാര്യം ഇവിടെ കിട്ടിയോ? ഓക്കെ, ഇതൊക്കെ എപ്പോഴാണ്? ഇഫ് ദ ചാർജ് ഈസ് സെയിം. ഇപ്പോൾ ചാർജ് ഡിഫറെൻ്റ് ആയി വരുന്നാൽ എന്ത് ചെയ്യും നമ്മൾ? ചാർജ് ഡിഫറെൻ്റ് ആയാൽ എന്ത് ചെയ്യും? ഇപ്പോൾ സപ്പോസ് നിങ്ങളോട് ചോദിക്കുവാണ് Na+ ഉണ്ട്, അതുപോലെ Mg2+ ഉണ്ട്, Al3+ ഉണ്ട്, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം അയോണുകൾ തന്നു. സൈസിൻ്റെ ഓൾ എഴുതാൻ പറഞ്ഞ സമയത്ത് ഇവിടെ നോക്കിയിട്ട് അയോണിക് റേഡിയസ് ഡിക്രീസസ് എലോങ് എ പീരീഡ്. ഇത് തേർഡ് പീരീഡ് എലമെൻറ്റ്സ് ആണ്. ഇവന്മാരെ നോക്കിയിട്ട് നമുക്ക് അയോണിക് റേഡിയസ് കുറയുന്നു പറയാൻ പറ്റുമോ? പറ്റില്ല. അതെപ്പോഴേ പറയാൻ പറ്റുള്ളൂ? ഇഫ് ദ ചാർജ് ഈസ് സെയിം. ചാർജ് സെയിം ആവുന്ന കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പറയാൻ പറ്റത്തുള്ളൂ. റെഡിയാണ്? ഓക്കെ, മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചാർജ് ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് മെത്തേഡ് വേറെയാണ്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്.
എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്? അതിൻ്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ദ സ്പീഷീസ് വിച്ച് ആർ ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഓക്കെ, എന്താ പറയുന്നത്? സ്പീഷീസ് വിച്ച് ആർ ഹാവിങ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ഇപ്പോൾ O2-, ഓക്കെ, then N3-, അതിനുശേഷം F-, അതുപോലെ തന്നെ Na+, Mg2+, Al3+. നിങ്ങൾ നോക്കൂ, ആറ്റോമിക് നമ്പർ ഓഫ് സോഡിയം എത്രയാ? 7, ഇത് 8, 9, 11, 12, 13. റെഡിയല്ലേ? ഓക്കെ, അപ്പം ഇവന്മാരൊക്കെ ന്യൂട്രൽ ആവുന്ന സമയത്ത് നമുക്കറിയാം എത്രയാണോ പ്രോട്ടോൺസ് അത്രയും എന്തുണ്ടാവും? ഇലക്ട്രോൺസ് ഉണ്ടാവും. നൈട്രജൻ 7 ഉണ്ട്, എത്ര എണ്ണം വന്നു? N3- അല്ലേ, അപ്പോൾ എത്ര എണ്ണം വന്നു? 3 എണ്ണം വന്നു. എത്ര ഇലക്ട്രോൺസ് ആയി? 10 ഇലക്ട്രോൺസ് ആയി. ഓക്സിജൻ 8 ഇലക്ട്രോൺസ് ഉണ്ട്, 2 എണ്ണം കൂടെ വന്നു, സോ ഇവനും 10 എണ്ണമായി. ഫ്ലോറിന് 9 എണ്ണം ഉണ്ട്, 1 വന്നു, എത്ര ആയി? ഇപ്പം 10 ഇലക്ട്രോണായി. ഇവിടെ സോഡിയം 11 ആണ്, 1 പോയി, പോസിറ്റീവ് ചാർജാണ്, പോകുമ്പോൾ പോസിറ്റീവാണ്, സോ 10 ഇലക്ട്രോൺസ് ആയി. മഗ്നീഷ്യം സെയിം, 12 ആയിരുന്നു ഇലക്ട്രോൺസിൻ്റെ എണ്ണം, ഇപ്പോൾ എത്രയായി? 2 എണ്ണം പോയപ്പോൾ 10 എണ്ണമായി. ഇവിടെയോ അലുമിനിയം 13 ആയിരുന്നു, 3+ ആണ്, 3 എണ്ണം പോയി, സോ 10 ഇലക്ട്രോൺസ് ആണ്. നോക്കിക്കേ നിങ്ങൾ, എല്ലാത്തിലും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് സെയിം ആണ്. സോ സച്ച് സ്പീഷീസ് ആർ കോൾഡ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. റെഡിയായോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് സൈസിൻ്റെ ഓർഡർ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് ഒരു റിലേഷൻ ഉണ്ട്, ഓർത്ത് വയ്ക്കുക. ഇങ്ങനെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണെങ്കിൽ അവിടെ സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ ആണ്. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. പ്രത്യേകം നോട്ട് ചെയ്യുക. എപ്പോഴാണ് അറ്റോമിക് നമ്പർ കൂടുമ്പോൾ സൈസ് എന്ത് ചെയ്യും? കുറയും. എടാ, നമ്മൾ ഈ തലമട്ടൽ എന്നൊക്കെ പറയാറില്ലേ, അതിനൊക്കെ പോലെ തന്നെ ഇവിടെ ചവിട്ടി എവിടെ പോകുന്ന പറയുന്ന പോലെ സൈസ് കൂടുമ്പോൾ അറ്റോമിക് നമ്പർ കുറയും. എന്ന് വെച്ചാൽ അറ്റോമിക് നമ്പർ ആർക്കാണോ കൂടുതൽ അയാളായിരിക്കും ഏറ്റവും ചെറുത്. മനസ്സിലായോ? അറ്റോമിക് നമ്പർ ആർക്കാണോ ഏറ്റവും ചെറുത് അയാളായിരിക്കും ഏറ്റവും വലുത്. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞതാണ്. വിപരീതാനുപാതം എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഓക്കെ, ഒരാൾ കൂടുമ്പോൾ മറ്റേ ആൾ കുറയുന്നു പറഞ്ഞ പോലെ തന്നെയാണ്. റെഡിയായോ? ഓക്കെ, സൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/z. ഓക്കെ, നിങ്ങൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7, 8, 9 തുടങ്ങിയിട്ട് 13 വരെ കൊടുത്തിട്ടുണ്ട്. അറ്റോമിക് നമ്പർ ഏറ്റവും കൂടുതലുള്ള ആരാ? അലൂമിനിയം അല്ലേ? ഓക്കെ, അലൂമിനിയം ആണെങ്കിൽ സൈസിൻ്റെ ഓർഡർ എഴുതാൻ പറഞ്ഞു. ഈ പറയുന്ന 3, 6 പേര് നിങ്ങളോട് സൈസിൻ്റെ ഓർഡർ എഴുതാൻ പറയുന്നത് നിങ്ങളെന്ത് ചെയ്താൽ മതി? ആദ്യം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ റിലേഷൻ യൂസ് ചെയ്യുക. സൈസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഏറ്റവും അറ്റോമിക് നമ്പർ കൂടിയ ആളാരാ? അലുമിനിയമാണ്. സോ അയാളെ നമ്മൾക്ക് ആദ്യം എഴുതാം അലുമിനിയം 3+, ഏറ്റവും ചെറുതാണ്. പിന്നെയോ, പിന്നെയുള്ളതാരാ? 12 പിന്നെ വരുന്നത് അല്ലേ? സോ മഗ്നീഷ്യം 2+ ആയിരിക്കും പിന്നെയുള്ള ആൾ. പിന്നെയോ അതിനുശേഷം വരുന്നതാ? സോഡിയം. ഓക്കെ, അറ്റോമിക് നമ്പർ ഇങ്ങനെ ഏറ്റവും കൂടുതലുള്ള ആൾ ഏറ്റവും ചെറുത്. ഓക്കെ, ഏറ്റവും കുറവുള്ള ആളോ ഏറ്റവും വലുതായിരിക്കും സൈസിൽ. നോക്കാം നമുക്ക് അല്ലേ? മഗ്നീഷ്യം കഴിഞ്ഞു, സോഡിയം പ്ലസ് എഴുതി. പിന്നെ ആരാ വരുന്നത്? F- ആണ്. അയാളാണ് ഇവനേക്കാളും വലുത്. പിന്നെയോ ഇവനേക്കാളും വലുതായിരിക്കും ഇയാൾ. ഓക്കെ, കാരണം ഇതിനേക്കാൾ അറ്റോമിക് നമ്പർ കുറവല്ലേ? ഓക്കെ, ദെൻ O2- അല്ലെങ്കിൽ -2. ഇനിയോ ഏറ്റവും വലിയ ആളാരായിരിക്കും? N3- ആയിരിക്കും. റെഡിയായോ? അപ്പോൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെ കേസിൽ നമ്മൾ ഗ്രൂപ്പ് ആയാലും അതുപോലെ തന്നെ പീരീഡ് ആയി കഴിഞ്ഞാലും എവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ റിലേഷൻ യൂസ് ചെയ്യാം. അറ്റോമിക് നമ്പർ കൂടുകയാണെങ്കിൽ സൈസ് എന്ത് ചെയ്യും? കുറയും. സൈസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് നമ്പർ. ഓക്കെ.